നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയട്രി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജസ് ഉണ്ട്. അഭിനയം ഗ്രീൻ മാറ്റ് ആയാലും സ്ട്രൈറ്റ് ആണെങ്കിലും ഒരേ അഭിനയം തന്നെ, അഭിനയം മാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടൊരു ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ മൂവി സാറ്റലൈറ്റ് ത്രൂ കൊണ്ടുവന്ന സാറാണ് മൂന്നാമതൊരാൾ. ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ AI-യുടെ റോള് മൂവീസിൽ എത്രത്തോളം ഉണ്ടെന്നാണ് സാറ് വിചാരിക്കുന്നത്? സോ ആൾക്കാരോട് ചോദിച്ചു, പെട്ടിയില്ലാതെ എങ്ങനെ സിനിമ വരും, ആകാശത്തൂടെ സിനിമ വരും? വി വിൽ റീച്ച് ടു എ സ്റ്റേജ് വേർ നമ്മൾ പടം ഉണ്ടാക്കുന്നിട്ട് ആകാശത്തേക്ക് വിടും, ആകാശത്ത് നിന്ന് പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ സിനിമ കാണും, എന്നിട്ട് അങ്ങനെ വീണ്ടും ആകാശത്തേക്ക് വിടും. ഈ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എന്നെ പോലൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ വായന എന്ന് പറയുന്ന വെറും വാക്കുകളല്ല, ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സീൻ ഉണ്ടാകും, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് ഞങ്ങൾ തന്നെ മുഖം കൊടുക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ കുട്ടി ആർട്ട് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പക്ഷേ ഇതിനെ ഈ ഒരു ഭാവനയെ സ്ക്രീനിലേക്ക് പകർത്തി ആൾക്കാരിലേക്ക് കൺവേ ചെയ്യുക, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ സിനിമയെയും പരസ്യങ്ങളെയും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ഡിഫറെൻ്റായി ട്രൈ ചെയ്യുന്ന ഓരോ സീനിലും ഓരോ സർപ്രൈസസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള VKP സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് AI-യും പരസ്യതന്ത്രവുമാണ്. പക്ഷേ VKP സാറിനെ പോലെ ഒരാളെ നമുക്ക് കിട്ടുമ്പം AI മാത്രം ചോദിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് സാറിൻ്റെ മൂവീസും ഡയറക്ഷനും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഒരാൾ കൂടി ഇല്ലാത്തതുകൊണ്ട് 45 മിനിറ്റ് ആകണ്ടേ? അതെ, ഒരാൾ കൂടി ഇല്ലാത്തതുകൊണ്ട് സമയം കൂടുതലുണ്ട്. നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന ഒരു ഭംഗിയേറിയ ആർട്ട് വർക്ക്സിൽ നിന്ന് മാറി ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളെ അതിൻ്റെ തനിമയോടെ സാർ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ മൂവീസ് നോക്കിയാൽ നമ്മുടെ ബ്യൂട്ടിഫുള്ള് ആ ഒരു വീട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിലെ ആ കുഞ്ഞു കുഞ്ഞു റൂമുകൾ, ആ ഒരു ലൊക്കേഷനിലെ എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആർട്ട് സീൻ എന്നതിലുപരി ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാറുണ്ട്, ആ ഒരു ഫീൽ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്വൽ ലാംഗ്വേജ് സർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, ആദ്യം ഇത് പറഞ്ഞ പോലെ ഈ കുട്ടി കഥാകൃത്തുകൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയട്രി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജസ് ഉണ്ട്. അത് കുട്ടി ഇമേജസ് ആയാലും ആരുണ്ടാക്കുന്ന ഇമേജസ് ആയാലും അത് അവരുടെ പെർസ്പെക്റ്റീവിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഇമേജസാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ വായിക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജറി ഉണ്ട്. ആ ഇമേജറി നമ്മളത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുടങ്ങുന്നത് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ശങ്കരപിള്ള സാർ ഉണ്ടായിരുന്നു. ശങ്കരപിള്ള സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് എവറിബഡി ക്യാൻ ബി ക്രിയേറ്റീവ്. പക്ഷേ അതിൽ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു എഡ്ജ് ഉണ്ടാവണം. ആ എഡ്ജ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അത് തന്നെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഗുരുവായിട്ടുള്ള ഡേവിഡ് ഉഗൽവി പറഞ്ഞത്. അതാണ്, അതായത് പാസിംഗ് ഷിപ്പ് ഇൻ ദ നൈറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ, ബട്ട് വെൻ ഇറ്റ് കംസ് ആൻഡ് പാർക്ക് ഓൺ ദ ലാൻഡ് and then make a presence and then when leave that makes an impact എന്ന് പറയുന്ന അത് തന്നെയാണ് നാടകം പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചതും അഡ്വർടൈസിങ് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചതും. അപ്പോൾ ഓരോ ഇമേജറി അനുസരിച്ചിട്ട് ആര് ക്രിയേറ്റ് ചെയ്താലും അതിൽ ഇമേജസ് ഉണ്ടാവും. എനിക്ക് ആ ഇമേജ് മനോഹരമായിരിക്കാം, പക്ഷെ അതിൽ എഡ്ജ് ഉണ്ടാവുകയോ ഇല്ലോ എന്നുള്ളത് നമ്മൾ കാണിച്ച് അത് കാണുന്നവരാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നോവൽ വായിക്കുമ്പോഴോ സബ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുമ്പോൾ ഇമേജസ് വരും. ആ ഇമേജറി വെച്ചിട്ടാണ് വിഷ്വൽ ലാംഗ്വേജ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചോദ്യം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വീട് എടുത്തു കഴിഞ്ഞാൽ അധികം ലൊക്കേഷൻസ് ഒന്നുമില്ല. സോ ഐ ഡോണ്ട് ഹാവ് അനദർ ചോയ്സ്. സ്ക്രീൻ പ്ലേയിൽ തന്നെ ചോയ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ വീട് എത്ര മനോഹരമാക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട് എത്രത്തോളം നമുക്ക് കഥയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും, വീട്ടിൽ എത്രത്തോളം നമുക്ക് ക്യാരക്ടറൈസേഷനും സ്പേസും തമ്മിലുള്ള. ഇപ്പോൾ നാടകം പഠിക്കുന്ന അതേ സിദ്ധാന്തം തന്നെയാണ്. സ്റ്റേജിൽ ഒരു ആക്ടർ നിൽക്കുമ്പോൾ അയാളുടെ ഇൻ ആൻഡ് അറൗണ്ട് സ്പേസ്, അതുപോലെ തന്നെയാണ് ഒരു വീടിൽ ആ കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ സ്പേസ്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു സ്ഥലം എടുത്ത് അതിനെ നമ്മൾ കോറിഡോർസ് ഒന്നുമില്ല അവിടെ. സോ വി ഹാവ് ക്രിയേറ്റഡ് മൂവിങ് വാൾസ്. മൂവിങ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യാനുസരണം, നമ്മുടെ വിഷ്വൽ പാറ്റേൺ അനുസരിച്ച് നമുക്ക് വാൾ മൂവ് ചെയ്തുകൊണ്ട് കോറിഡോർസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ആ കോറിഡോർ ഒരേ സ്ഥലത്തായിരിക്കില്ല, സിനിമയിൽ 2 സ്ഥലത്തായിട്ട് തോന്നും, പക്ഷെ അത് ഒരേ സ്ഥലത്താണ്.
മൂവിങ് വാൾ വെച്ചിട്ട് ഒരു വാൾ വെച്ച് സ്പേസ് ഉണ്ടാക്കി അതിനെ ക്രിയേറ്റ് ചെയ്യും. അവിടെ എന്താണ് ക്രൗഡഡ് ആയിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം. സോ നമ്മൾ ഫ്ലാറ്റായിട്ട് ലൈറ്റ് ചെയ്യാതെ കോൺട്രാസ്റ്റായിട്ട് ലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പേസ് നമ്മൾ കുറച്ചുകൂടെ ക്രാംഡ് ആക്കുക. അങ്ങനെ ചെയ്തിട്ട് വരുമ്പോഴാണ് അതിന് ഒരു മനോഹരമുണ്ട്. ഇപ്പോൾ മുല്ലവള്ളിയും തീരുമാനം എന്നുള്ള സിനിമ എടുത്തപ്പോൾ അത് സ്പേസ്ഡ് ആണ്. അതിൽ വിഷ്വൽ പാറ്റേൺ ഒന്ന് വേറെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ടിട്ട് അതിൻ്റെ ഗ്രാഡ് നോക്കി അതെങ്ങനത്തെ ഒരു വിഷ്വൽ പാറ്റേൺ പിടിക്കണമെന്നുള്ളത് നമ്മൾ 2-3 ഓപ്ഷൻസ് ഉണ്ടാക്കി അതൊന്ന് സെലക്ട് ചെയ്തിട്ടാണ്. കാരണം വി വാണ്ടഡ് ടു ബി സിൽവറിഷ്. രാവിലെ നോക്കുമ്പോൾ ഭയങ്കര സിൽവറിഷ് ആയിരിക്കും, ഈവനിങ് നോക്കുമ്പോൾ ഓറഞ്ചിഷ് ആയിരിക്കും, ഏർലി മോർണിംഗ് ലൈറ്റ് ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അതനുസരിച്ച് പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ മേ ബി ബിക്കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ഇപ്പോൾ ശങ്കർ പ്രസാദൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ തോട്ട് പ്രോസസ്സാണ് നമ്മുടെ മനസ്സിൽ സിനിമ ഉണ്ടാക്കുമ്പോഴും കിടക്കുന്നത്. അതാണ് എൻ്റെ ആൻസർ. ഈ ഒരു ചെറിയൊരു ഇത് അതല്ലെങ്കിൽ ആ ഒരു വീട് മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ലോഡ്ജ്, അതല്ലാതെ വലിയ ക്യാൻവാസിലും സർ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയും സൂക്ഷ്മമായി ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടല്ലേ സിനിമ ഉണ്ടാക്കണം. അതാണല്ലോ, ബിക്കോസ് ആ ഡീറ്റെയിലിംഗ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഡീറ്റെയിലിങ്ങിൽ വരുന്ന നമ്മൾ എടുക്കുന്ന സ്ട്രെയിനും നമ്മൾ എടുക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എഡ്ജ് ഉണ്ടാക്കുന്നത്. സിനിമ സക്സസ് ഓഫ് ഫെയിലിയർ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വർക്കിൻ്റെ ആ എഡ്ജ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു എഡ്ജ് കിട്ടുന്നുണ്ടോ, മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എഡ്ജ് ഉണ്ടോ, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സർ ഒരുപോലെ തന്നെ സിനിമയും പരസ്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്നലെ നമ്മുടെ ഷിബു ചക്രവർത്തി സർ പറഞ്ഞ പോലെ ഒരു ജിഗിൾസിനാണെങ്കിൽ 20 സെക്കൻഡ്, പക്ഷെ ഒരു പാട്ടിനാണെങ്കിൽ എനിക്ക് 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ആഡ് എടുത്ത് നോക്കുമ്പോൾ 30 സെക്കൻഡ് 40 സെക്കൻഡ് ഉള്ളൊരു ആഡ്, പക്ഷേ ഒരു മൂവി എന്ന് പറയുമ്പോൾ 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വൈകാരികമായൊരു യാത്രയാണ്. അപ്പോൾ ഇത് രണ്ടും പക്ഷേ കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? ഇമോഷൻസ് രണ്ടിലും ഉണ്ട്, വൈകാരികത രണ്ടിലും ഉണ്ട്, ആഡിലുണ്ട് ഫിലിമിലും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പ്രേക്ഷകരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ആർട്ട് ഡയറക്ടർ എന്നതിൽ നിന്നും ഒരു 3 മണിക്കൂർ മൂവിയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്വിച്ചിങ് എങ്ങനെയാണ്? ഇല്ല, അത് വളരെ സിമ്പിളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ആഡിൽ ഒരു ഷോട്ടാണ്, സിനിമയിൽ ഒരു സീക്വൻസ്. ഒരു സീക്വൻസിന് എടുക്കുന്ന സമയമാണ് നമ്മൾ ഒരു സീക്വൻസ്, ഒരു സീൻ ഫിനിഷ് ചെയ്യുന്ന ഒരു ടൈമാണ് വി റിയലി ടേക്ക് ഇറ്റ് ഫോർ എ ഷോട്ട് ഇൻ ആൻ ആഡ്. ഒരു ഷോട്ടിന് ഉണ്ടാക്കുന്ന, അപ്പോൾ ആ ഷോട്ടിൽ ഈ ഒരു സീനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആ ഷോട്ടിൽ കൊണ്ടുവരണം. കാരണം വി ഡോണ്ട് ഹാവ് ലക്ഷറി ഓഫ് ടൈം. അപ്പോൾ അതിൽ ചെയ്യണം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ഷോട്ടിനുള്ളിൽ ആ സിനിമയിൽ പറയുന്ന ഒരു സീക്വൻസിലെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളത്. പിന്നെ അഡ്വർടൈസിങ്ങും ഫീച്ചർ ഫിലിമും ഞാൻ എക്സാക്ട്ലി പാരലലി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താ പറയുക നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം അഡ്വർടൈസിങ്ങിൽ ലോട്ട് ഓഫ് ടെക്നോളജി, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി അത് ഫസ്റ്റ് വരുന്ന അഡ്വർടൈസിങ്ങിലാണ്. സോ വി വിൽ ലേൺ ഫ്രം ദാറ്റ്. ആൻഡ് ദെൻ ഞാൻ ചെയ്തിട്ടുള്ള ആഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ സ്റ്റൈലിഷ് ആഡ്സ് അല്ല, കൂടുതൽ ഇമോഷണൽ ആഡ്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ, ഇമോഷൻ അങ്ങനെയുള്ള ആഡ്സ് ആണ്. സോ വാട്ട് ഐ ഡു ഇസ് ഫ്രം ഫീച്ചർ ഫിലിം ഐ ടേക്ക് ദ സ്റ്റോറി ടെല്ലിംഗ് ടു അഡ്വർടൈസിങ്. സോ ഇത് രണ്ടും കൂടെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും വിടില്ല. കാരണം എന്താ വെച്ചാൽ പാരലലി ഐ വിൽ ഗോ, ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു ഓപ്പർച്യൂണിറ്റി ടു ലേൺ ബോത്ത് ഫോമാറ്റ്സ്. ലൈക്ക് ബോത്ത് ഫോമാറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ബോത്ത് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ്, ഷോർട്ട് ഫോം ഓർ എ ലോങ് ഫോം. സർ നമ്മുടെ മൂവി എടുത്ത് നോക്കിയാലേ അതിൽ ആർട്ട് ഡയറക്ഷൻ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഇപ്പോൾ VFX അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ മാറ്റ് ഇതൊക്കെയാണ് കൂടുതലും ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ ഒരു അഭിനേതാവിനെ എടുക്കുമ്പോൾ അയാളുടെ പെർഫോമൻസ് ഈ ഒരു വ്യത്യാസം വരുമ്പോൾ അതിനെ ബാധിക്കുന്നുണ്ടോ? അഭിനയം ഗ്രീൻ മാറ്റ് ആയാലും സ്ട്രൈറ്റ് ആണെങ്കിലും ഒരേ അഭിനയം തന്നെ, അഭിനയം മാറില്ല. See, the thing is, what will change is in that is, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഐ ഡോണ്ട് ഗോ വിത്ത് VFX ഓർ ഗ്രീൻ മാറ്റ് ഷോട്ട്സിനൊന്നും ഞാൻ അധികം പോകാറില്ല. അത് ആഡിലാണെങ്കിലും ശരി, ഫീച്ചറിലാണെങ്കിലും ശരി. കാരണം ഐ പ്രിഫർ ടു ഡയറക്റ്റ് ആൻ ആക്ടർ ആൻഡ് ഗെറ്റ് എ റിയാക്ഷൻ ഫ്രം ആൻ ആക്ടർ. അതുപോലെ റൈറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, DOP ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ലോട്ട് ഓഫ് ഹ്യൂമൻ റിയാക്ഷൻസ് ആർ ദെയർ. സോ ഐ പേഴ്സണലി പ്രിഫർ ദാറ്റ് ദാൻ പുട്ടിങ് ലോട്ട് ഓഫ് എന്താ പറയുക ഒരുപാട് ഈ VFX ഇട്ട് അല്ലെങ്കിൽ ഒരുപാട് യെസ് ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ ചെയ്യും. പക്ഷേ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കാൻസിൽ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് കിട്ടിയ ഒരു ആഡ് ബാൽക്കി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. ആക്ച്വലി ഈസ് ടു ബി ചെയർമാൻ ഓഫ് ലോ. സോ പുള്ളി ക്രിയേറ്റീവാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഐഡിയ എന്ന് വെച്ചാൽ
4 പശുക്കൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വരുന്നു ആൻഡ് പിക്കിംഗ് അപ്പ് ഓൾ ബ്രൂക്ക് ബോണ്ട് ഡയറി പ്രോഡക്ട്സ്. മിൽക്കാന ഡയറി മിൽക്ക്, മറ്റേത് മറിച്ചത്, അങ്ങനെ കുറേ പ്രോഡക്ട്സ് പിക്ക് ചെയ്യണം. 4 പശുക്കൾ, അമ്മ, അച്ഛൻ, 2 കുട്ടികൾ ഇവിടെ വരുന്നു. ഇത് ചെയ്യണം. ഇതാണ് സ്ക്രീൻ പ്ലേ. ബട്ട് നോ VFX, നോ CG. ഹൗ ടു ഡു ഇറ്റ്? സോ വി ഹാവ് ടു ഡു നാച്ചുറൽ വേ. അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് സെറ്റ് ഉണ്ടാക്കി, പശുവിൻ്റെ സൈസ് അനുസരിച്ചിട്ട് സെറ്റ് ഉണ്ടാക്കി, പശുവിനെ 4 ദിവസം കൊണ്ട് ചെന്നൈയിൽ കൊണ്ട് നിർത്തി അവിടുത്തെ ഹീറ്റുമായിട്ട് അവരെ മിംഗ്ലിയിച്ച്, പിന്നെയുള്ളത് ഷോർട്ട് ഡിവിഷൻ എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സാബുവിൻ്റെ കുറച്ച് ഹെൽപ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് സാബു മെയ്ഡ് സം ലിറ്റിൽ ഒരു കാല് അങ്ങനെയൊക്കെ ഉണ്ടാക്കി, ചില സാധനങ്ങൾ മാത്രം അങ്ങനെ ഉണ്ടാക്കി. ബാക്കിയെല്ലാം ഹൗ യു ഡിവൈഡ് യുവർ ഷോർട്സ് ടു ടെൽ എ സ്റ്റോറി. അത് പശുവാണെങ്കിലും ചെയ്യാം, ഡോഗാണെങ്കിലും ചെയ്യാം. യു ഡോണ്ട് നീഡ് VFX ടു മച്ച്. ഇപ്പോൾ ആൾക്കാർ അത് ഈസിയാണ്. ഇറ്റ്സ് മോർ ഈസിയർ ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു എവറിത്തിങ് ഇസ് ഇൻ യുവർ കൺട്രോൾ ഇഫ് യു ഗോ ഫോർ VFX. അതുകൊണ്ടാണ് ആൾക്കാർ VFX ഉള്ളത്. പക്ഷേ പേഴ്സണലി ഐ ഫീൽ കുറച്ചുകൂടെ നമുക്ക് ഇൻ്ററാക്ഷൻ. ഇപ്പോൾ ഒരു കഥ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ വായിക്കുന്നത്, അത് വന്ന് കഥ പറഞ്ഞു തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ആർട്ട് ഫോമിൻ്റെയും. ഇപ്പോൾ നമ്മളൊരു സ്കൾപ്ചർ കാണുമ്പോഴും ആ സ്കൾപ്ചർ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനൊരു പെർസ്പെക്റ്റീവ്, നമ്മളൊരു ജീവൻ കൊടുക്കും. So that is why I prefer that way. But it is not that I have not done AI. I don't do AI. But what I do is AI we should use it for the necessities. ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഫിലിംസ് യു ക്യാൻ ഡു ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഹാവ് ആക്ച്വൽ ആക്ടേഴ്സ് വിത്ത് AI. So when you are doing a period film, when you are doing a scale film, you don't need 1000 junior artists. So you can perspective match and you can do that. സോ അതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൽഡർലി ആക്ടറിനെ, ഇപ്പോൾ ഞാനൊരു ചെയ്തൊരു കമേഴ്ഷ്യൽ ടാറ്റ ചക്ര ഗോൾഡിന് രശ്മിക മന്ദന, ആൻഡ് ഫോർ ഹർ 18 years or 16 years one age group is there in that, and 6 to 7 years one age group is there. No way I can cast. So what I did, I used AI. AI എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോംപ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. We shoot with somebody, shoot perspectives of Rashmika and then prompt it to AI. സോ അങ്ങനെ ഒരു 15 എന്താ പറയുക പ്രോംപ്റ്റിങ് കഴിയുമ്പോഴൊക്കെയാണ് നമുക്കൊരു ഇത് കിട്ടുള്ളൂ, ലൈക്ക് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് പ്രോസസ് ഹസ് ബിക്കം മോർ ഫാസ്റ്റർ. ദെൻ ഹൗ മച്ച് ഇറ്റ് വിൽ ഡു വെൽ ഇഫ് യു ഡു ഫുൾ AI commercial or AI cinema, I won't prefer to do it because I won't get an actor to direct. I have to sit in front of a mission and prompt, which I don't prefer. ഇപ്പോൾ ആദ്യമായിട്ടൊരു ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ മൂവി സാറ്റലൈറ്റ് ത്രൂ കൊണ്ടുവന്ന സാറാണ്, മൂന്നാമതൊരാൾ. അപ്പോൾ ഇൻ ഫ്യൂച്ചർ AI റോള് മൂവീസിൽ എത്രത്തോളം ഉണ്ടെന്നാണ് സാറ് വിചാരിക്കുന്നത്? ഈ ഡിജിറ്റൽ സിനിമ കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, അഡ്വർടൈസിങ്ങിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്വർടൈസിങ് ഹാസ് ബിക്കം ഡിജിറ്റൽ ഏർലിയർ. സോ അപ്പോൾ ആ ഒരു ഡിജിറ്റൽ സിനിമ കോൺസെപ്റ്റ് വന്നപ്പോൾ എനിക്കൊരു ധൈര്യം തന്നെ അതാണ്. സോ ആൾക്കാരോട് ചോദിച്ചു, പെട്ടിയില്ലാതെ എങ്ങനെ സിനിമ വരും, ആകാശത്തൂടെ സിനിമ വരുമോ? സോ നൗ അപ്പോൾ ഞാൻ രവിക്കച്ചനൊക്കെ സംബന്ധം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. വി വിൽ റീച്ച് ടു എ സ്റ്റേജ് വേർ നമ്മൾ പടം ഉണ്ടാക്കുന്നിട്ട് ആകാശത്തേക്ക് വിടും, ആകാശത്ത് നിന്ന് പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ സിനിമ കാണും, എന്നിട്ട് അങ്ങനെ വീണ്ടും ആകാശത്തേക്ക് വിടും. പക്ഷേ അതാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും എല്ലാ സാറ്റലൈറ്റ് ചാനൽസും വി ആർ ഡൂയിങ് ദാറ്റ്. നമ്മൾ സിനിമ ഉണ്ടാക്കി ആകാശത്തേക്ക് വിടുന്നു, അവിടെ ആരോ പ്ലക്ക് ചെയ്തു അത് കാണുന്നു, വീണ്ടും പുറത്തേക്ക് ഇടുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. അന്ന് ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് പെട്ടിയില്ലാത്ത സിനിമ വരും, ആകാശത്തോടെ സിനിമ വരും. പക്ഷേ ഒരു പൊട്ട ധൈര്യത്തിൽ നമ്മൾ ഈ എക്സ്പീരിയൻസ് ഓഫ് അഡ്വർടൈസിങ് നമ്മൾ ചെയ്തപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് ആമ്പല്ലൂർ ഒരു തിയേറ്ററിൽ അതിട്ട് ശരിക്കും UFO ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിട്ട് കണ്ട് അതെങ്ങനെ കാണുന്നു എന്ന് കണ്ടപ്പോഴാണ് നമുക്കൊരു സമാധാനം വന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലുണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസിനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അഡ്വാൻറ്റേജസ് ആക്കി മാറ്റി. അതായത് ഇപ്പോൾ വൈറ്റ് ബേൺ ആവും. അന്നത്തെ കാലത്ത് സോണി ആൾട്ട വരെ ചെറിയ ക്യാമറകൾ, ഇന്നത്തെ പോലുള്ള ക്യാമറാസ് ഇല്ലല്ലോ. സോ വൈറ്റ് ബേൺ ഔട്ട് ആവും. അല്ലെങ്കിൽ അപ്പോൾ അതിനെ ബേൺ ഔട്ട് സ്റ്റൈലാക്കി. അത് അഗെയിൻ ഐ ലേൺ ഇറ്റ് ഫ്രം അഡ്വർടൈസിങ്, ഹൗ ടു സ്റ്റൈലൈസ് എ ഷോട്ട്. സോ വി സ്റ്റൈലൈസ് ദാറ്റ് ഷോട്ട്. സോ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ട്രിക്കാണ് നമ്മളിത് രണ്ടും വിടാതെ ഒരേ സമയത്ത് പോകുക എന്നുള്ളത്. നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നൊരു സംശയം പലരും പറയുന്നുണ്ട്. എന്തുകൊണ്ടൊരു ഗ്ലോബൽ എപ്പിക് മലയാള സിനിമയിൽ നിന്ന് വരുന്നില്ല? ഇറ്റ്സ് നോട്ട് ബഡ്ജറ്റ് ഡിസൈഡ്സ് എ ക്രിയേറ്റിവിറ്റി. ബഡ്ജറ്റ് അല്ല ഒരു ക്രിയേറ്റിവിറ്റിനെ നിശ്ചയിക്കുന്നത്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സാർ ഒരാളെടുത്ത് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യനോടല്ലേ പറയുന്നത്? മനുഷ്യനോട് പറയാനാണ് എനിക്ക് ഒരു മിഷനോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. പരസ്യം എടുക്കുമ്പോൾ ഇപ്പം AI ഒക്കെ വെച്ചിട്ട് ആർക്ക് വേണോ ചെയ്യാം. That you can do because nowadays it has come down. Advertising filmmaking is come down. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ വളരെ ക്രിട്ടിക്കലായ ഒരു കമ്പോണൻ്റ് ആയിരുന്നു കോപ്പി റൈറ്റിംഗ്. അത് പ്രിന്റ് ആയിക്കോട്ടെ, വിഷ്വൽ. ഇപ്പം AI വന്നപ്പോൾ ഹൗ ഹാസ് ദാറ്റ് ക്രാഫ്റ്റ് ചേഞ്ച്ഡ്?